നമസ്കാരം. സംസ്ഥാനത്തെ ട്രഷറികളിലെ നിർജീവ അക്കൗണ്ടുകളിലുള്ളത് ഏകദേശം 3000 കോടി രൂപയാണ്. ഇതിൽ അവകാശികൾ എത്താത്ത പരേതരുടെ നിക്ഷേപങ്ങളും ഉൾപ്പെടും. ഇതിൽ കണ്ണുവെച്ച് ചില ട്രഷറികളിൽ ജീവനക്കാർ തട്ടിപ്പ് നടത്താൻ തുടങ്ങിയതോടെ ഈ പണം റവന്യൂ അക്കൗണ്ടിലേക്ക് മാറ്റാൻ സർക്കാർ നടപടി തുടങ്ങി. 3 വർഷമോ അതിലേറെയോ തുടർച്ചയായി ഇടപാടുകൾ നടക്കാത്ത 3 ലക്ഷത്തോളം അക്കൗണ്ടുകളിലാണ് ഇത്രയും തുകയുള്ളത്. ഇത്തരം അക്കൗണ്ടുകളെ നിർജീവമെന്ന് കണക്കാക്കി പണം സർക്കാർ അക്കൗണ്ടിലേക്ക് മാറ്റാൻ നിയമവകുപ്പ് ശുപാർശ ചെയ്തിരുന്നു. അടുത്തിടെ കഴക്കൂട്ടം സബ് ട്രഷറിയിൽ പെൻഷൻകാരിയുടെയും പരേതരുടെയും അക്കൗണ്ടുകളിൽ നിന്ന് അനധികൃതമായി 15.6 ലക്ഷം രൂപ പിൻവലിച്ചതിന് 6 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഒരാളെ പോലീസ് അറസ്റ്റും ചെയ്തു. ചില ട്രഷറികളിൽ നിർജീവ അക്കൗണ്ടുകളിൽ നിന്ന് പണം തിരിമറി നടത്തുന്നതായി സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇത്തരം അക്കൗണ്ടുകളിൽ നിന്ന് ജീവനക്കാർ പണം പിൻവലിച്ചാൽ പെട്ടെന്ന് കണ്ടെത്താനാവില്ല. ഇടപാടുകൾ നടക്കാതെയും അവകാശികൾ എത്താത്തതുമായ അക്കൗണ്ടുകൾ എത്രകാലം നിലനിർത്തണം എന്നതിൽ അവ്യക്തതയുണ്ട്. 3 വർഷം തുടർച്ചയായി ഇടപാടുകൾ നടക്കാത്ത അക്കൗണ്ടുകളെ നിർജീവമായി കണക്കാക്കാമെന്നാണ് നിയമവകുപ്പ് അറിയിച്ചിട്ടുള്ളത്. 3 വർഷം കഴിഞ്ഞാൽ ഈ പണം സർക്കാരിന്റെ റവന്യൂ അക്കൗണ്ടിലേക്ക് മാറ്റാം. തുടർന്നും അക്കൗണ്ട് ഉടമകളോ നിയമപ്രകാരം അനന്തരാവകാശികളോ എത്തിയാൽ പണം തിരിച്ചു നൽകാനും വ്യവസ്ഥ ചെയ്യണമെന്ന് നിയമവകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ധനവകുപ്പിന്റെ തീരുമാനം ഉടൻ ഉണ്ടാവും. അതേസമയം ട്രഷറി അക്കൗണ്ടുകളിൽ നിന്ന് പണം പിൻവലിച്ചാൽ അക്കൗണ്ട് ഉടമയ്ക്ക് സന്ദേശം ലഭിക്കുന്നില്ല എന്നത് ഞെട്ടിപ്പിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ വ്യക്തമാക്കിയിരുന്നു. വിവര സാങ്കേതികത ഇത്രയും പുരോഗമിച്ച കാലത്തും ഇങ്ങനെയാണ് സ്ഥിതി എന്നത് ഞെട്ടിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. ചെക്ക് ബുക്ക് അച്ചടിയിൽ പോലും കേന്ദ്രീകൃത സ്വഭാവമില്ല എന്ന വസ്തുത സർക്കാർ എത്ര ലാഘവത്തോടെയാണ് ട്രഷറി അക്കൗണ്ടുകളെ സമീപിക്കുന്നത് എന്നതിന്റെ ഉദാഹരണമാണ്. ചെക്ക് ബുക്ക് കേന്ദ്രീകൃതമായി അച്ചടിച്ച് ക്രമനമ്പർ രേഖപ്പെടുത്തി അക്കൗണ്ട് ഉടമയ്ക്ക് അയച്ചു കൊടുക്കുന്ന സംവിധാനവും ട്രഷറിയിൽ നടപ്പാക്കിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. കഴക്കൂട്ടം ട്രഷറിയിൽ ജീവനക്കാർ തന്നെ അപേക്ഷ പോലും ഇല്ലാതെ അക്കൗണ്ട് ഉടമകളുടെ പേരിൽ ചെക്കുകൾ നൽകിയാണ് പണം പിൻവലിച്ചത് എന്നത് ഇതിന്റെ തെളിവാണ്. കഴക്കൂട്ടം ട്രഷറിയിൽ CCTV പ്രവർത്തിച്ചിരുന്നില്ല എന്നത് ഗൂഢാലോചന തെളിയിക്കുന്നതാണ്. കഴക്കൂട്ടം സബ് ട്രഷറിയിൽ ജീവനക്കാർ വ്യാജ ചെക്കുകൾ ഉപയോഗിച്ച് 18 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത സംഭവത്തിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ ട്രഷറികളിലും സബ് ട്രഷറികളിലും സമാനമായ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം. ട്രഷറി സംവിധാനത്തിന്റെ വിശ്വാസ്യത ഇല്ലാതാക്കുന്ന ഇത്തരം സംഭവങ്ങൾ തടയാൻ സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ട്രഷറി സംവിധാനത്തിന്റെ വിശ്വാസ്യത വീണ്ടെടുക്കാൻ സംസ്ഥാന വ്യാപകമായി പരിശോധന നടത്തണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പ്രതിപക്ഷ നേതാവ് കത്തും നൽകിയിരുന്നു. 2020 ഓഗസ്റ്റിൽ വഞ്ചിയൂർ ട്രഷറിയിൽ നിന്ന് വിരമിച്ച ജീവനക്കാരന്റെ ലോഗിൻ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് മറ്റൊരു ജീവനക്കാരൻ ട്രഷറിയിൽ നിന്നും പണം തട്ടിച്ചെടുത്ത സംഭവം ട്രഷറി സോഫ്റ്റ്വെയറിലെ അടക്കം പഴുതുകൾ വെളിപ്പെടുത്തുന്നതായിരുന്നു. ആ സംഭവത്തിന് ശേഷം ട്രഷറി പ്രവർത്തനം കുറ്റമറ്റതാക്കും എന്ന് സർക്കാർ ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ അതിനുശേഷവും നിരവധി തട്ടിപ്പുകൾ നടന്നു എന്നത് ആശങ്ക ഉളവാക്കുന്നതാണ്. സർക്കാർ അന്ന് നൽകിയ ഉറപ്പുകളൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല എന്നാണ് കഴക്കൂട്ടം സബ് ട്രഷറിയിൽ നടന്ന ഞെട്ടിപ്പിക്കുന്ന സംഭവം തെളിയിക്കുന്നതെന്ന് വി.ഡി. സതീശൻ പറഞ്ഞു. കഴക്കൂട്ടം സബ് ട്രഷറിയിൽ ജീവനക്കാർ മരിച്ച വ്യക്തികളുടെ അക്കൗണ്ടിൽ നിന്നും വ്യാജ ചെക്കുണ്ടാക്കി പണം അപഹരിച്ചു എന്നത് ഗൗരവകരമാണ്. ട്രഷറി സംവിധാനത്തിലെ പഴുതുകൾ ഉപയോഗപ്പെടുത്തി നടത്തിയ ഈ തട്ടിപ്പ് മറ്റ് സബ് ട്രഷറികളിലും നടക്കാനുള്ള സാധ്യതയും ഏറെയാണ്. ഇക്കാര്യത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുകയും ട്രഷറി സംവിധാനത്തിലെ പഴുതുകൾ അടയ്ക്കാനുള്ള നടപടികൾ യുദ്ധകാല അടിസ്ഥാനത്തിൽ സ്വീകരിക്കുകയും ചെയ്യാൻ സർക്കാർ തയ്യാറാകണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു.